നമ്മളിപ്പോൾ മീനങ്ങാടിക്ക് അടുത്തുള്ള പാപ്പളശ്ശേരി എന്ന് പറഞ്ഞൊരു ടൗൺ എത്തുകയാണ്. ചെറിയൊരു ടൗൺ ആട്ടോ, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ചെറിയൊരു ടൗണ്. അപ്പോൾ ഈ പാപ്പളശ്ശേരി ടൗണിൻ്റെ പരിസരത്ത് ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ 2 ഏക്കർ എന്ന് കാണാൻ പോവാണ്. 2 ഏക്കറിൽ ഒരു വീടുണ്ട്, ഒരു കാപ്പിത്തോട്ടാണ്. അപ്പം ഞാനത് ആ ലാൻഡ് എത്തുന്നതിന് മുന്നോടിയായിട്ട് ഈ തൊട്ടടുത്തുള്ള ടൗണാണ്. അപ്പോൾ ഈ ടൗൺ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ ടൗണാണ്, ഒരു ശാന്തമായ ഏരിയ ആണ്. അത്യാവശ്യം കൃഷിക്കാർ കാര്യങ്ങളൊക്കെ കൂടുതൽ താമസിക്കുന്ന ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം വലിയ 1-2 റിസോർട്ടുകളുണ്ട്. അപ്പം നമുക്ക് എന്തിനും പറ്റുന്നൊരു 2 ഏക്കറയാണ് കാണാൻ പോകുന്നത്. ഇതാണ് പാപ്പളശ്ശേരി ടൗൺ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്. 100 മീറ്ററേ ഉള്ളൂ. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ആ ലാൻഡ് കാണിച്ചു തരാം. ഇതാണ് പാപ്പളശ്ശേരി ടൗൺ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലാൻഡ്. ഇതാണ് ലാൻഡ് വരുന്നത് കേട്ടോ. ഈ റോഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ വരെ ഒരു 40 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും. ഒരു 10-20 സെൻറ്റ് ഫ്രണ്ടിലുണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയൊരു വീടാണ്. നമുക്ക് ജസ്റ്റ് മേലെ വരെ ഒന്ന് കയറാം. ഈ റോഡ് ഇവിടെ ഈ സൈഡ് അതിര കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലാൻഡ് വരുന്നത്. ലാൻഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഏതാണ്ട് നിരന്ന ലാൻഡാണ്, വലിയ കയറ്റമൊന്നുമില്ല. ഇങ്ങനെ കയറുമ്പോൾ ചെറിയൊരു സ്ലോപ്പാണ് ഇവിടെ. ഒരു 10-25 സെൻറ്റ് ലാൻഡ് ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ ഉണ്ടാവും. അത്യാവശ്യം മരങ്ങളുണ്ട്. മേലോട്ട് കുറച്ച് കാപ്പിയുണ്ട്. ഇവിടെയും ചെറുതായിട്ട് കാപ്പികളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ ലാൻഡ് വരുന്നത്. വീട് നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയൊരു വീടും ഇതിലുണ്ട്. ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തായിട്ടുള്ളത്. ഇത് കുറച്ച് പഴക്കമുള്ള വീടാണ്. വൃത്തിയാക്കി എടുക്കാവുന്ന കേസുകൾ, അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീടാട്ടോ ഇത്. അപ്പോൾ ഈ സൈഡ് കുറച്ചും കൂടെ ലാൻഡ് ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ ലാൻഡ് താഴത്തെ വീതിയല്ല, താഴെ റോഡ് ഫ്രണ്ടേജ് നമുക്കൊരു 40 മീറ്ററോളം ഉണ്ട് കേട്ടോ. മേലോട്ട് കയറുന്തോളും വീതി കൂടി വരികയാണ്. താഴെ റോഡാട്ടോ അത്. അപ്പോൾ ഈ ഒരു വീടും കൂടെ ഇതിലുണ്ട്. മോശമില്ലാത്തൊരു വീടാണ്, അത്യാവശ്യം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. ബാക്കി ലാൻഡ് വരുന്നത് ഈ വീടിൻ്റെ പുറകിലോട്ടാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും. ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം നമുക്ക്. വീട് ഒരു 2 ബെഡ്റൂമുള്ള കുറച്ച് പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. ഇപ്പം ഞാൻ പുറകിലുള്ള ലാൻഡിലാട്ടുള്ളത്. ഇത് വീട് ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടുന്നുണ്ട്. കാപ്പി കാര്യമായിട്ട് ഇല്ല കേട്ടോ. കാപ്പി ഉണ്ടായിരുന്നു, കാപ്പിയൊക്കെ പോയതാണ്. ഈ ഒരു സൈഡ് കൂടെ ഇതിൻ്റെ അതിര് വരുന്ന കേട്ടോ. അതായത് മേലോട്ട് വരുന്തോറും കുറച്ചുകൂടി വീതി കൂടുന്നുണ്ട് ലാൻഡിന്. കറക്റ്റ് ഇത് 1 ഏക്കർ 96 സെൻറ്റ് ലാൻഡും ഈ വീടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. ഇങ്ങനെയാണ് ഈ ലാൻഡ് വരുന്നത്. ഇത് മൊത്തത്തിലെടുത്തിട്ട് പീസാക്കി മുറിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ടൗൺ അടുത്താണ്, അത്യാവശ്യം നല്ല ഏരിയ ആണ്, നമുക്ക് വില കിട്ടുന്ന സ്ഥലമാണ്. ചില്ലറ വിൽപ്പന ഇവിടെ അത്യാവശ്യം വിലയുള്ള ഏരിയ ആണ്.
അപ്പോൾ അതിന് പറ്റും. നമുക്ക് നല്ലൊരു ഫാം ഹൗസൊക്കെ ചെയ്യാൻ പറ്റും, നല്ലൊരു കൃഷിസ്ഥലമാക്കി കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു തോട്ടമാണ്. 2 ഏക്കറിൻ്റെ അടുത്ത് ലാൻഡ് ഉണ്ട്. നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, 1-2 ഏക്കർ സ്ഥലം കിട്ടുമോ നമുക്ക് ഫാമിങ്ങിനും കൃഷിക്കും ഒക്കെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റും. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ഏരിയ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. നമ്മളെ ഒരു ചെറിയ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന 2 ഏക്കർ സ്ഥലം. ഇത് പിന്നെ മുറിച്ച് കൊടുക്കുന്നവർക്ക് പറ്റും കേട്ടോ. പീസാക്കി കൊടുക്കുന്നവർക്ക് ഒരു മാന്യമായ വിലയാണ് ഇവർ പറയുന്നത്. ആ വില ഇപ്പം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് റോഡൊക്കെ വെട്ടി 10 സെൻറ്റ് വെച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 സെൻറ്റിന് നല്ല വിലയുണ്ട്. ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല റേറ്റിന്. കാരണം തൊട്ടടുത്ത് ടൗൺ ആണല്ലോ. ഏത് ടൗണിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും വില ഉണ്ടാവുമല്ലോ, 10 സെൻറ്റിന് വില ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേ ചെയ്യാം, നല്ല റിസോർട്ട് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഫാം ഹൗസൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാം. സെൻറ്റിന് 45,000 രൂപ. 1 ഏക്കർ 96 സെൻറ്റ് സ്ഥലമുണ്ട്. സെൻറ്റിന് 45,000 രൂപ. കാര്യമായിട്ട് കുറയില്ല. ഒരു വീട് ഇതിൽ വരുന്നുണ്ട്. റോഡ് സൈഡാണ്. നമ്മളെ ഒരു തൊട്ടടുത്ത് ടൗണുണ്ട്. ഇത്രയും സൗകര്യമുള്ള സ്ഥലമാണ്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.